Hello guys, welcome back to my channel Tales of Movie. Hope you all are doing well. So ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് how I edit reels for Instagram. എങ്ങനെയാണ് ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്ന റീൽസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാകും ഞാൻ എങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ആണ് ഇടുന്നതെന്നൊക്കെ. ഇനി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് പേര് യൂട്യൂബിലെ കമന്റ് സെക്ഷനിലൂടെ ആയാലും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പാകത്തിന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തതാണിത്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിലൂടെ ഇൻസ്റ്റഗ്രാം റീൽസ് എഡിറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇൻസ്റ്റഗ്രാം റീൽസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതെങ്ങനെ അപ്ലോഡ് ചെയ്യാം, അതുപോലെ അത് ഏത് ആപ്പിലാണ്, എങ്ങനെയൊക്കെയാണ് ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇത് കൂടാണ്ട് എൻ്റെ യൂട്യൂബ് വ്ളോഗ്സ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് തമ്പനെയിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് എഡിറ്റിംഗ് വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കമ്മിങ് ഡേയ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ കമ്മിങ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. ഇപ്പോൾ ഈ കാണിച്ചതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ടെയിൽസ് ഓഫ് മൂവി. നമ്മുടെ യൂട്യൂബ് ചാനലിലെ പേര് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലെ പേരും. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും, എന്തായാലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൽ ഞാൻ അപ്ലോഡ് ആക്കിയ റീൽസൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. പിന്നെ എനിക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് ഫോണിലാണോ ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം എൻ്റെ ഫോണിലാണ്. iPhone 13 Pro ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഇൻഷോട്ട് ആപ്പാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ച റീൽസ് എല്ലാം ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തതാണ്. എഡിറ്റിംഗ് ആപ്പ് ഇൻഷോട്ടാണ്. വീഡിയോയ്ക്ക് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് ഇൻഷോട്ടാണ്. വേറെ VN, CapCut അങ്ങനെ ഒരുപാട് ആപ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓൾ ടൈം എൻ്റെ ഫേവറേറ്റ് ഇൻഷോട്ട് തന്നെയാണ്. ഇപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ ക്ലിപ്സ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബേബിയാണ്. ആൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പം എടുത്ത കുറച്ച് ക്ലിപ്സാണ്. അപ്പോൾ ഇതെങ്ങനെ ഒരു റീലാക്കി എഡിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു ആപ്പാണ് ഇൻഷോട്ട് എന്ന് പറയുന്നത്. എത്ര എഡിറ്റ് ചെയ്യാൻ അറിയില്ലാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന സ്റ്റെപ്സും ഫീച്ചേഴ്സാണ് ഇൻഷോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വീഡിയോയിൽ മ്യൂസിക് ആഡ് ചെയ്യുന്ന രീതിയാണെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന രീതിയാണെങ്കിലും അതുപോലെ തന്നെ ട്രാൻസിഷൻസ്, എഫക്ട്സ്, അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇൻഷോട്ടിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം തന്നെ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ അകത്തൊരു ഹെൽപ്പേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും ഉണ്ട്. അതിൻ്റെ അകത്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ അടിയിൽ എഡിറ്റ്, ട്രിമ്മർ, ഡിലീറ്റ്, ഫിൽറ്റർ, വോളിയം അങ്ങനെ അടിയിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വലിയ പാടുള്ള പണിയോ ഒന്നുമല്ല. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പണിയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ടൈം എടുത്ത് ചെയ്യുന്ന പണിയായതുകൊണ്ട് തന്നെ അതിലൊരു മടുപ്പും തോന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത രീതി ഞാൻ ഈ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ എന്തായാലും കമൻറ്റിന് റിപ്ലൈ അയക്കുന്നതാണ്. അത് കൂടാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ റീൽസ് എഡിറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട്, ട്രാൻസിഷൻ, എഫക്റ്റ്, ഫിൽറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, എന്തായാലും റിപ്ലൈ ഇടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയുടെ പാർട്ട് 2, അതായത് ഇനിയും യൂട്യൂബ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന രീതി, എഡിറ്റ് ചെയ്യുന്ന രീതി, തമ്പനെയിൽ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് കമ്മിങ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ സേവ് ചെയ്യുമ്പോഴാണെങ്കിലും അത് ഹൈ ക്വാളിറ്റിയിൽ തന്നെ സേവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാണ്ടിരിക്കും. 1080p, 2K, 4K അങ്ങനെ പല ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്. അതും ഇൻഷോട്ട് ആപ്പിൽ നമുക്ക് ചൂസ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ സേവ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോയുടെ പാർട്ട് 2 ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. காமாட்சி மாமா சைட் அடிக்க உன்னை பிடிக்க காதலிக்க தாவணி போட்ட மைனா என்ன மயக்கிறிய